നമസ്കാരം. എംഫോർമിക്കിന്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെന്റിലും പ്രൈവറ്റിലും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ടോട്ടൽ വേക്കൻസി 266. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3/7/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ വേണ്ടി ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അതിനകത്ത് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിരിക്കും. ഇതാണ് നോട്ടിഫിക്കേഷൻ പേജ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട തുടങ്ങുന്ന ഡേറ്റും ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 ജൂലൈ 2025. ഈ നോട്ടിഫിക്കേഷനകത്ത് ഏജ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അപ്ലിക്കേഷൻ ഫീസ് കൂടാതെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അപ്ലൈ നൗ എന്ന ലിങ്ക് ഉണ്ട്. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന യെല്ലോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഈ പേജിനകത്ത് ബേസിക് ഇൻഫർമേഷൻ എല്ലാം നൽകുക. നെയിം, വീണ്ടും നെയിം ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അച്ഛൻ്റെ അമ്മയുടെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുക, ഈ പേജിനകത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും അടുത്തത് എന്ത് ചെയ്യണം, വീണ്ടും ഫോട്ടോൻ്റെ, സിഗ്നേച്ചറിൻ്റെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം അപ്ലിക്കേഷൻ ഫീസും അടച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് വിടുക. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ. ടോട്ടൽ വേക്കൻസി 60. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 24/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്.
ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആയി വരും. ഈ നോട്ടിഫിക്കേഷൻ പേജിനകത്താണ് മുഴുവൻ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണെന്നും എത്ര പോസ്റ്റ് ഉണ്ടെന്നും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ, ആപ്ലിക്കേഷൻ ഫീസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനകത്ത് നൽകിയിട്ടുണ്ട്. മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓൺലൈൻ വഴി അപേക്ഷിക്കുക. വീണ്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സന്ദർശിക്കുക. അതിനകത്ത് അപ്ലൈ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇതുപോലൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും. ഈ ഹോം പേജിനകത്ത് ന്യൂ രജിസ്ട്രേഷൻ എന്ന പേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആയി വരും. ഈ രജിസ്ട്രേഷൻ പേജിനകത്ത് നമ്മളുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, മെയിൽ ID പിന്നെ ക്യാപ്ഷയും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് വിടുക. ഈ പേജ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും മെയിലിലോട്ട് ലഭിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഹോം പേജിൽ പോവുക, നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും പിന്നെ ഈ കാണുന്ന ക്യാപ്ഷയും ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷമാണ് ബാക്കി ഡീറ്റെയിൽസ് ആയ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ബാക്കി എക്സ്പീരിയൻസ് തുടങ്ങിയവയെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ്